ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു hakkulearning world. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്, അതായത് പൊറോട്ട, ഹോം മെയ്ഡ് പൊറോട്ട. അപ്പോൾ ഇത്ര വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേയുള്ളൂ. നമ്മളിനി കടയിൽ പോയി കഴിക്കുകയൊന്നും വേണ്ട. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മൈദമാവാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചത് നന്നായി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. ഞാനിതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാവ് റെഡിയാണ്. അപ്പോൾ നമ്മളൊരു 3-4 മണിക്കൂർ നന്നായിട്ട് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മാവ് എടുക്കാൻ പോവുകയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഇനിയൊന്ന് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് മാവ് എതിറി കൊടുത്ത് അതിന് മുകളിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാനേജ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി നമ്മൾ 2 പോർഷനാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പോർഷൻ നന്നായിട്ട് നമ്മൾ മാവ് കുഴച്ചെടുത്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അതോരോ ബോൾസാക്കി അവിടെ വയ്ക്കണം, ബോൾസാക്കി എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് അതൊരു സ്പൂൺ കുറച്ച് അല്പം അതിൽ തടവി കൊടുത്ത് നന്നായിട്ടത് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, പൊറോട്ടയ്ക്ക് മാവ് ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ഒരു ബോൾ പോലെയാക്കി നന്നായിട്ട് എല്ലാം അതുപോലെ ചെയ്ത് വയ്ക്കുക. ഇതാണ്, ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ ചെയ്ത എല്ലാ ബോളും നന്നായിട്ട് എണ്ണയൊക്കെ തടവി കൊടുത്ത് ഒരു 1.5 മണിക്കൂർ നമ്മൾ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ മുകളിലൊരു നനഞ്ഞ തുണി വയ്ക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മളത് പരത്തിയെടുക്കണം. ഇതിന് പ്രത്യേക ഷേപ്പൊന്നും വേണ്ട. എത്രമാത്രം നിങ്ങൾക്ക് കനമില്ലാതെ പരത്താൻ കഴിയുമോ അത്രമാത്രം കനമില്ലാതെ പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും അതിന് ശേഷം കുറച്ച് മൈദപ്പൊടിയും വിതറി കൊടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് നമ്മൾ നന്നായിട്ട് എണ്ണയും മൈദയും തൂവി നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് സൗകര്യപ്രദമായ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വലിച്ചത് നീട്ടിയെടുക്കണം. അതാ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളിങ്ങനെ വലിക്കുക. പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അതിന് ഒരു ഭാഗത്തു നിന്ന് ചുരുട്ടിയെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അവസാന ഭാഗം അടിയിലേക്ക് മടക്കി വയ്ക്കണം. എന്നിട്ട് അത് ഒന്ന് കൈകൊണ്ട് പരത്തി കുറച്ചുകൂടി എണ്ണ അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുക. ഇത് നമ്മളൊരു 10 മിനിറ്റ് ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. എത്രത്തോളം വെക്കുന്നു അത്രത്തോളം നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാം ഇത് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓരോ മാവും എടുത്ത് കൈവെള്ളം കൊണ്ട് പരത്തിയാൽ മതി. ഇനി നമ്മൾ ചപ്പാത്തി കുഴലൊന്നും ഉപയോഗിക്കരുത്. ഇതുപോലെ നമ്മുടെ ആവശ്യത്തിന് കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുത്ത് ദോശക്കല്ലിലോ ചപ്പാത്തിക്കല്ലിലോ ഇട്ട് നമ്മൾ ചുട്ടെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് തിരിച്ചും മറിച്ചും ഒക്കെ നമ്മളിടുന്ന സമയത്ത് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാകത്തിന് നല്ല പരുവത്തിൽ നമ്മളത് ചുട്ടെടുക്കണം. അപ്പോൾ നമുക്ക് അറിയാമല്ലോ ആ ഒരു ഗോൾഡൻ കളറൊക്കെ വരുന്നതിനനുസരിച്ച് നമ്മുടെ പൊറോട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മൾ 2-3 എണ്ണം ആവുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടോടെ തന്നെ നന്നായിട്ട് തട്ടി കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ലെയറൊക്കെ നമുക്ക് നന്നായിട്ട് വിട്ട് വരുള്ളൂ. ഇപ്പോൾ കാണുന്നില്ലേ, നല്ല ലെയറൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പൊറോട്ട, ലെയേർഡ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല
ലെയേഴ്സായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ എഗ്ഗ് കറിയോ ഏത് വേണമെങ്കിലും നമ്മളതിൻ്റെ കോമ്പിനേഷനാണ്. അത് നമ്മൾ കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇനി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.